യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളിൽ പുരോഗതിയുണ്ടെന്ന് US ആവർത്തിക്കുന്നതിനിടെ ഉക്രൈനിൽ ശക്തമായ ആക്രമണം തുടർന്ന് റഷ്യ. ഇന്നലെ പുലർച്ചെ 8 ഉക്രൈൻ മേഖലകളിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് വ്യാപക നാശമുണ്ടായി. രാജ്യത്തിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വൈദ്യുതി തടസ്സം ആണവ പ്ലാന്റുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. 653 ഡ്രോണുകളും 51 മിസൈലുകളും റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിച്ചു. ഇതിൽ 585 ഡ്രോണുകളും 30 മിസൈലുകളും തങ്ങൾ തകർത്തെന്ന് ഉക്രൈൻ സൈന്യം പറഞ്ഞു. ആളപായമില്ലെന്നാണ് പ്രാഥമിക വിവരം. ചെർണീവ്, സെപ്പോറിഷ്യ, ലിവീവ്, നിപ്രോപെട്രോവ്സ്ക്, ഒഡേസ മേഖലകളിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. തലസ്ഥാനമായ കീവിലെ റെയിൽവേ ഹബും ആക്രമിക്കപ്പെട്ടു. ട്രെയിൻ ബോഗികളും പ്രധാന കെട്ടിടവും നശിച്ചു. ഗ്രോസ്നിയിലെ സിവിലിയൻ കേന്ദ്രത്തിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രത്യാക്രമണം. ചെചൻ നേതാവ് റംസാൻ കാദിറോവ് ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഉക്രൈൻ ഫാസിസ്റ്റുകൾക്ക് തങ്ങളുടെ കഠിനമായ പ്രതികരണം അനുഭവപ്പെടുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. കാദിറോവ് റഷ്യയുടെ തന്ത്രം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ അവരെ പോലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഭീരുത്വത്തോടെ ആക്രമണം നടത്തില്ല. ഉക്രൈൻ നാസികളുടെ സൈനിക ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കും ഞങ്ങളുടെ ആക്രമണങ്ങൾ. ഉക്രൈൻ സിവിലിയൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കുമ്പോൾ റഷ്യ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാദമാണ് കാദിറോവിലൂടെ റഷ്യൻ പക്ഷം ഉയർത്തുന്നത്. ആക്രമണങ്ങൾ ഉക്രൈനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ബാധിച്ചു. ഉക്രൈൻ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ മേധാവി നിക്കോളായ് കലാഷ്നിക് 3 പേർക്ക് പരിക്കേറ്റതായും ആക്രമണം വലിയ ഒന്നായിരുന്നുവെന്നും സ്ഥിരീകരിച്ചു. റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉക്രൈൻ തലസ്ഥാനത്തിന് ഏകദേശം 70 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ഫാസ്റ്റോവിലെ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടതായി ഉക്രൈൻ സ്റ്റേറ്റ് റെയിൽവേ ഓപ്പറേറ്റർ അറിയിച്ചു. സൈനിക ഉപകരണങ്ങൾ നീക്കുന്നതിൽ റെയിൽവേയുടെ പങ്ക് പ്രധാനമായതിനാൽ ഈ ആക്രമണം ഉക്രൈന്റെ സൈനിക നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാകും. ഉക്രൈന് വടക്കുള്ള നോവി പെട്രോവ്സിയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 5500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു വെയർഹൌസ് കെട്ടിടത്തിന് തീപിടിച്ചു. ഇത് സൈനിക ആവശ്യങ്ങൾക്കുള്ള സംഭരണ കേന്ദ്രമാകാമെന്നും സൂചനയുണ്ട്. ഉക്രൈന്റെ ഊർജ്ജ മന്ത്രാലയം ആക്രമണങ്ങൾ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സ്ഥിരീകരിച്ചു. ഒഡസ, ചെർണിഗോവ്, കീവ്, ഖാർക്കോവ്, ഡെനോപെട്രോവ്സ്, നിക്കോലേവ് മേഖലകളിൽ വൈദ്യുതി തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനിലെ എല്ലാ പ്രദേശങ്ങളിലും മണിക്കൂർ ദൈർഘ്യമുള്ള തടസ്സ ഷെഡ്യൂളുകൾ പ്രാബല്യത്തിൽ വന്നതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ക്രിവോയ് റോഗിനടുത്തുള്ള സെലെനോഡൽസ്കിൽ മേയർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്രിവോറോഷ്കയെ തെർമൽ പവർ പ്ലാന്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഈ നഗരത്തിലെ ഊർജ്ജ നിലയങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ലുട്സ്കിൽ ഒരു ഭക്ഷ്യ വിതരണ ഡിപ്പോയിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധരംഗത്ത് ഉക്രൈൻ സൈന്യത്തിന്റെ വിതരണ ശൃംഖലയെ തകർക്കുക എന്ന റഷ്യയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് ഈ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. മാസങ്ങളായി റഷ്യൻ സൈന്യം ഉക്രൈനിലെ സൈനികവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ്. ഈ നീക്കങ്ങൾ ഉക്രൈൻ റഷ്യയിൽ നടത്തുന്ന ഭീകര ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണെന്നും യുദ്ധക്കളത്തിൽ ഉക്രൈൻ സൈന്യത്തിന്റെ ശേഷി കുറയ്ക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യമെന്നും വ്യക്തമാണ്. ഊർജ്ജം, റെയിൽവേ, വെയർഹൌസിംഗ് തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ പ്രഹരം ഉക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും റഷ്യയുടെ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യും. റഷ്യൻ നഗരങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന ഉക്രൈന്റെ യുദ്ധതന്ത്രത്തിന് സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റഷ്യൻ പ്രത്യാക്രമണം ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. തങ്ങൾ ആവിഷ്കരിച്ച സമാധാന കരാറുമായി ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജറെഡ് കുഷ്നറും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കഴിഞ്ഞയാഴ്ച മോസ്കോയിൽ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കരാറിലെ ഏതാനും വ്യവസ്ഥകളെ പുടിൻ തള്ളിയിരുന്നു. ഉക്രൈനും കരാറിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അതേസമയം സമാധാന കരാർ സംബന്ധിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജറെഡ് കുഷ്നർ എന്നിവരുമായി ഫോണിൽ ഫലപ്രദമായ ചർച്ച നടന്നെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചിരുന്നു. സമാധാനം കൈവരിക്കുന്നതിന് US-മായി ചേർന്ന് പ്രവർത്തിക്കാൻ ഉക്രൈൻ പ്രതിജ്ഞാബദ്ധമാണ്. US-മായുള്ള ചർച്ചകളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും അതിന്റെ രൂപത്തെക്കുറിച്ചും ധാരണയിലെത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ ചർച്ച ചെയ്യാൻ കഴിയില്ല. സമാധാനം, സുരക്ഷ, പുനർനിർമ്മാണം എന്നിവയ്ക്കുള്ള നിർണായക നടപടികൾ ഉൾപ്പെടെ എല്ലാ പ്രായോഗികമായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ സമീപനമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.